നമസ്കാരം, എല്ലാവർക്കും സൃജൻ ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായ ഖിഡ്കി എന്ന ചാപ്റ്ററാണ്. അഞ്ജു ഖർബന്ദ എഴുതിയിരിക്കുന്ന ഒരു ലഘുകഥയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്നും ഒരു കല്യാണത്തിൻ്റെ വിളി വന്നിരുന്നു. ബുലാവ മീൻസ് ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു വിളി. ഷാദി കല്യാണം. അപ്പോൾ ഹോഷിയാർപൂരിൽ നിന്നും കല്യാണത്തിൻ്റെ ഒരു വിളി വന്നിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൈ കർണ മത്തലബ് എന്താണ്? തീരുമാനിക്കുക. അതിന് മറ്റൊരു വാക്ക് പറയും ഠാൻ ലേന. പൂജ്യം ഠ എഴുതി ഠാൻ ലേന എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തീരുമാനിക്കുക എന്നാണ്. അപ്പോൾ തീരുമാനമായത് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. സർദി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. തണുപ്പ് നേരിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ സർദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തണുപ്പ്. ഹൽക്ക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? നേരിയ, നേർത്ത, ലൈറ്റായിട്ടുള്ള. അപ്പോൾ തണുപ്പ് ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് അനുഭവപ്പെടുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സർദി ഹൽക്കി ദസ്തക് ദേനെ ലഗി ധി നൽകുന്നുണ്ടായിരുന്നു, തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ലഗ് എന്ന ക്രിയ ആരംഭബോധക ക്രിയയാണ്. ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലഗ് എന്ന ക്രിയ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ എന്താണ് ചിന്തിച്ചത്? ചിന്തിക്കുക. ചലോ ഇസ് ബാർ AC കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായ്. അപ്പോൾ തീരുമാനിച്ച കാര്യം എന്താണ്? ഇത്തവണ എന്ത് ചെയ്യുക? AC കെ ബജായ്. മക്കളെ, കെ ബജായ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പകരം. അപ്പോൾ ACക്ക് പകരം ജനറൽ കോച്ചിൽ എന്ത് ചെയ്യാം? സഫർ കാ ആനന്ദ് ലിയാ ജായ്. അപ്പോൾ ജനറൽ കോച്ചിലെ യാത്ര ആനന്ദിക്കാം, അല്ലെങ്കിൽ എന്താ, ആസ്വദിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഫർ, യാത്ര. പഹലെ ബീബി വച്ച് ജനറൽ സെ ജാനെ കുച്ച് നാരാസ് ഹുയെ. പഹലെ ആദ്യം. അപ്പോൾ ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിരുന്നു? കുറച്ച് ദുഃഖിതരായിരുന്നു. നാരാസ്, ദുഃഖം, കുറച്ച് ദുഃഖിതരായിരുന്നു. പർ ഫിർ ധോടി നാനുക്കുർ കെ ബാദ് മാൻ ഗയെ. പക്ഷേ കുറച്ച് നാനുക്കുർ അസഹമതി, ഡിസഗ്രീമെൻറ്റ്, എന്താണ്? ഒരു താല്പര്യമില്ലായ്മ, ഒരു എതിർപ്പ്. അവർക്ക് എതിർപ്പായിരുന്നു ഏതിൽ? ജനറൽ യാത്ര ചെയ്യുന്നതിന്. പക്ഷേ അതിനുശേഷം അവരെന്ത് ചെയ്തു? നാനുക്കുർ കെ ബാദ് മാൻ ഗയി. കെ ബാദ് ശേഷം. മാനിന. മക്കളെ, മാനിന എന്ന വാക്കിന് രണ്ടർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് കരുതുക, അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മൾ അംഗീകരിക്കുക എന്ന രണ്ടർത്ഥം എടുക്കും. അപ്പോൾ സന്ദർഭാനുസൃതമായിട്ട് വേണം ആ വാക്കിൻ്റെ അർത്ഥം എടുക്കാൻ. മാനിന എന്ന് പറഞ്ഞാൽ കരുതുക അല്ലെങ്കിൽ അംഗീകരിക്കുക. ഇവിടെ നമ്മൾ എടുക്കുന്ന അർത്ഥം എന്താണ്? അംഗീകരിക്കുക എന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്നും ഏകദേശം, ലഘുഭഗ് ഏകദേശം. അതിൻ്റെ മറ്റു വാക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? കരീബ്, തക്കരീബൻ, കരീബൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ എന്താണ് എടുക്കുന്നത്? ഏകദേശം എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ദില്ലിയിൽ നിന്നും, മനസ്സിലായോ? ഡൽഹിയിൽ നിന്നും ലഘുഭഗ് ഏകദേശം 8 മണിക്കൂറത്തെ യാത്രയാണ്. എത്ര മണിക്കൂർ? 8 മണിക്കൂർ യാത്രയാണ്. സീറ്റ് എന്ത് ചെയ്തിരുന്നു? ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേശാനി നഹി ഹുയി. അപ്പോൾ കൂടുതൽ എന്തുണ്ടാവില്ല? ബുദ്ധിമുട്ടുകൾ. കൂടുതൽ. പരേശാനി എന്താണ്? ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, പ്രയാസം എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പോൾ നമുക്കെന്താണ്? സീറ്റ് ബുക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ഝട്ട് ഖിഡ്കി വാലി സീറ്റ് ഝപ്പട്ട്ലി. കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്തു? വിൻഡോ സീറ്റ് എന്ത് ചെയ്തു? അപഹരിച്ചു. ഝപ്പട്ട്ന ബലമായി വാങ്ങുക, പിടിച്ചു വാങ്ങുക, അപഹരിക്കുക എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പോൾ അവർ പെട്ടെന്ന് നമ്മളായാലും യാത്ര ചെയ്യുമ്പോൾ എന്താണ്? വിൻഡോ സീറ്റിനൊരു അടിപിടി ഉണ്ടാവില്ലേ? അപ്പോൾ അതുപോലെ അവരെന്ത് ചെയ്തു? ആ വിൻഡോ സീറ്റ് കുട്ടികൾ കൈകടത്തി. സാരാ സാമാൻ സെറ്റ് കർ മേ അവർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയെ. അപ്പോൾ എല്ലാ സാധനങ്ങളും, സാമാൻ മീൻസ് സാധനങ്ങൾ, സാര ടോട്ടൽ, എല്ലാം, മൊത്തം. ഈ ടോട്ടൽ എന്നുള്ള വാക്കിന് നമ്മൾ കുൽ എന്നൊരു വാക്ക് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ എടുക്കുന്ന അർത്ഥം എന്താ? എല്ലാം, മൊത്തം എന്നാണ് അർത്ഥം എടുക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? സെറ്റ് ചെയ്തിട്ട് എന്താണ്? മേ അവർ പത്നി, ഞാനും എൻ്റെ ഭാര്യയും ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയെ. ഞാനും എൻ്റെ ഭാര്യയും എന്ത് ചെയ്തു? സംസാരത്തിൽ, ഞങ്ങളുടെ കാര്യം പറച്ചിലിൽ മഷ്ഗൂൽ ഹോന, മുഴുകുക. ഓക്കെ, ഒരു കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. അതിന് മറ്റൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഗ്ന് ഹോന, അല്ലെങ്കിൽ മഗൻ ഹോന എന്നൊക്കെ പറയും നമ്മൾ. മഗ്ന് ഹോന എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുഴുകുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഞാനും എൻ്റെ ഭാര്യയും സംസാരത്തിൽ മുഴുകി. ഓക്കെ. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്നുകൂടെ ജസ്റ്റ് നോക്കിക്കോളൂ. ഹോഷിയാർപൂരിൽ നിന്നും കല്യാണത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കല്യാണത്തിന് പോകുന്നതിന് വേണ്ടി ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചത്. ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ എ സിക്ക് പകരം ഇപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ എ സി പ്രിഫർ ചെയ്യില്ലല്ലോ. അപ്പം തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എന്ത് തീരുമാനിച്ചു, എ സിക്ക് പകരം ഇത്തവണ എന്ത് ചെയ്യാം, സാധാ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, യാത്രയുടെ ആനന്ദം ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു അവർ. ആദ്യം ഭാര്യയും മക്കളും ഒക്കെ അതിന് കുറച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീട് അവരെന്ത് ചെയ്തു, അംഗീകരിച്ചു. ഡൽഹിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്രയാണ്. സീറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ആദ്യം തന്നെ ട്രെയിനിൽ കയറി വിൻഡോ സീറ്റ് പിടിച്ചു. എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനും എൻ്റെ ഭാര്യയും സംസാരത്തിൽ മുഴുകി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ ട്രെയിനാണ്. ട്രെയിനിൽ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ചായ കച്ചവടം, അങ്ങനെ പല കച്ചവടക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കച്ചവടക്കാരി പ്രവേശിക്കുകയാണ്. ദീദി ജമ്മു കി ഷാൾ ലേലോ വന്ന് പറയുകയാണ്, ചേച്ചി ഇതേ ജമ്മുവിലെ ഷാളാണ്, എടുത്തോളൂ. ലേന എടുക്കുക, ലേലോ എടുത്തോളൂ എന്ന് പറയാണ്. ബൗത് ബഡിയ ഹെ, വളരെ മികച്ചതാണ്. ബഡിയ മികച്ചത്, നല്ലത്, മഹത്തരമായതെന്നൊക്കെ അർത്ഥം. അപ്പം വളരെ മികച്ചതാണ്, എടുത്തോളൂ. രംഗ് ബിരംഗി ഷാലോं का भारी गड्ढर उठाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को इजरार करने लगी. രംഗ് ബിരംഗി പല വർണ്ണത്തിലുള്ള, രംഗ് ബിരംഗി ഷാലോं का भारी गड्ढर, അപ്പോൾ പല വർണ്ണങ്ങളിലുള്ള ഷാളിൻ്റെ വലിയ കെട്ട്, ഭാരി ഭാരമുള്ള, വസൻ മറ്റൊരു വാക്കാണ്, വസൻ ഭാരം മറ്റൊരു വാക്കാണ്. അപ്പം ഭാരി ഗഡർ, ഗഡർ മീൻസ് എന്താണ്, ബണ്ടിൽ, കെട്ട്. ഉഠായെ എടുത്തുകൊണ്ട്, ഒരു വലിയ പല വർണ്ണങ്ങളിലുള്ള ഷാളുകൾ വെച്ചിരിക്കുന്ന വലിയ ഒരു കെട്ട് എടുത്തുകൊണ്ട്, എക്ക് സാംവലി കറുത്ത, ശ്യാം രംഗ് വാല, ശ്യാം എന്ന് വെച്ചാൽ കറുപ്പെന്നാണ്. അപ്പോൾ കറുത്ത നിറമുള്ള, സലോനി കജരാരി ആംഖോം വാലി, സലോനി എന്ന് വെച്ചാൽ സുന്ദരിയായ, മനോഹരിയായ. അപ്പം കറുത്ത നിറമുള്ള മനോഹരിയായ, കജരാരി ആംഖോം വാലി, കജരാരി ആംഖേം എന്ന് പറഞ്ഞാൽ കൺമഷി എഴുതിയ കണ്ണുകളെന്നാണ്. അപ്പോൾ കൺമഷി എഴുതിയ കണ്ണുകളോട് കൂടിയ യുവതി, ഒരു സ്ത്രീ, പത്നിക്കോ ഇസ്റാർ കർണയിലേക്ക്, എൻ്റെ ഭാര്യയെ എന്ത് ചെയ്യാൻ തുടങ്ങി, മോഹിപ്പിക്കാൻ തുടങ്ങി. ഇസ്റാർ കർണ, മോഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാര്യയെ ഈ ഷാളുമായി വന്ന ആ യുവതി എന്ത് ചെയ്യാൻ തുടങ്ങി, മോഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കിത്തനെ കീ ഹേ, എത്ര രൂപയാണ് ചോദിച്ചു. അപ്പോൾ മറുപടി പറയുകയാണ്, 250 की, 250, ढाई മീൻസ് 2.5. അപ്പോൾ 250 എന്ന് പറഞ്ഞാൽ 2.5 × 100 എത്രയാണ്, 250. അപ്പോൾ 250 എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, 250 രൂപയാണ്. അപ്പോൾ ഢായി എന്ന് പറയും, ഢായി 2.5. അപ്പോൾ 2.5 എന്താണ്, 2.5 × 100 ആണല്ലോ 250. അപ്പോൾ 250 രൂപ. ഇത്തി മഹങ്കി, ഇത്രയും വിലയോ, മഹങ്ക വിലയേറിയത്, കോസ്റ്റ്ലി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇത്രയും വിലയേറിയതോ എന്ന് ചോദിക്കുകയാണ്, ഇത്തി മഹങ്കി. അപ്പോൾ പറയാണ് മറുപടിയായിട്ട്, ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി, നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കം കർ ദൂങ്കി. അപ്പോൾ മക്കളെ ജ്യാദ കൂടുതൽ, അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, കം കുറയുക. അപ്പോൾ കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു തരാം, വില കുറച്ച് തരാം. അപ്പോൾ മറുപടിയായി പറയുകയാണ്, മുझे ദുഖാൻ കോൽനി ഹൈക്ക, എനിക്കെന്താ വല്ല കടം തുടങ്ങാനുണ്ടോ എല്ലാം കൂടെ വാങ്ങിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് തിരികെ മറുപടി ചോദിക്കുന്നത്. മുझे ദുഖാൻ ഖോൽനി ഹൈക്ക, ഖോൽന ഖുൽന വാക്കിൻ്റെ അർത്ഥം എന്താണ് മക്കളെ, തുറക്കുക, ദുഃഖാൻ കട, അതൊക്കെ സിമ്പിൾ വാക്കുകളാണ്. ലേലോന ബഹനോ ഓർ ഭാബിയും കേലിയെ, എടുത്തോളൂ. എന്താ, പെങ്ങൾക്കും ഭാബിക്കും ഒക്കെ കൊടുക്കാം. ഭാബി, നമ്മൾ ഭാബി എന്താണ്, നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ നമ്മളെന്ന് വിളിക്കും, ഭാബി എന്ന് വിളിക്കും അല്ലേ. അപ്പം ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ അതാണ് ഭാബി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബഹൻ പെങ്ങൾ, ചേട്ടത്തി, നമ്മുടെ പെങ്ങന്മാരെയൊക്കെ നമ്മൾ ബഹൻ എന്നല്ലേ വിളിക്കുന്നത്. അപ്പം ബഹനോർ ഭാബിയും കേലി, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ബഹനും ഭാബിക്കും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, വാങ്ങിക്കോളൂ. മേനെ പത്നിക്കോ ഇഷാരാക്കി, ഇഷാര കാരണം ആംഗ്യം കാണിക്കുക, എന്താ നമ്മളിങ്ങനെ സിഗ്നൽ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആംഗ്യം കാണിച്ചു. എന്താ ആംഗ്യം കാണിച്ചു, തോ ഉസ്നെ ആംഖേം തരേർക്കർ മുझे ചുപ്പ് രഹ്നേക്കാ സങ്കേത് കിയ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ണ് കാണിച്ചു, എന്താ വാങ്ങണ്ടെന്നുള്ള രീതിയിൽ കണ്ണ് കാണിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ആംഖേം തരേർന ക്രോധസേ ദേഖന, ദേഷ്യത്തോടെ കൂടി നോക്കുക, ദേഷ്യത്തോട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, എനിക്ക് നിർദ്ദേശം നൽകി, സങ്കേതം, സൂചന നൽകി. അച്ഛാ 5 പീസ് ലോ തോ കിത്തനേക്കോ ദോഗി, അപ്പോൾ ഞാൻ 5 പീസ് എടുക്കാം, എനിക്ക് എത്ര രൂപയ്ക്ക് തരും, 200 रुपये पर പീസ്. ലേലോനോ ദീദി, ഒന്നുമില്ല 200 രൂപ വെച്ച് തരാം എന്നാരും മറുപടി പറഞ്ഞു. ആ യുവതി മറുപടി പറഞ്ഞു, നാ 100 रुपये पर പീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബാർഗെയിൻ ചെയ്യും. നമുക്ക് വില കുറച്ച് കിട്ടാനും നല്ല സാധനം വില കുറച്ച് വാങ്ങാനാണല്ലോ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സ്ത്രീ അതുപോലെ എന്ത് ചെയ്തു, ബാർഗെയിൻ ചെയ്തു. 100 രൂപയാണെങ്കിൽ വാങ്ങിയേക്കാം. ദീദി സോത്ത ബൗത്ത് കം ഹെ, അവർ പറഞ്ഞെന്താ, അയ്യോ 100 രൂപ വളരെ കുറവാണ്. കഴുത്തേ ഹുയെ ഉസ്ക ഗല രുന്ത് ഗയ, ഇത് പറയുന്നതിനോടൊപ്പം ആ സ്ത്രീയുടെ എന്ത് ചെയ്തു, ഗലാരുന്ധന, കരയുന്നത് പോലെ ആവുക. അതിനെയാണ് രോനേക്ക ആന, അതിനെയാണ് ഗലാരുന്ധന എന്ന് പറയുന്നത്. അപ്പോൾ കരയുന്നത് പോലെയായി ആ സ്ത്രീ. ഗല എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, കഴുത്ത് തൊണ്ടാന്നാണ് അർത്ഥം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗലാരുന്ധന എന്ന് വെച്ചാൽ എന്താ, കരയുന്നത് പോലെ ആവുക, തൊണ്ടയിടുക, കരയുന്നത് പോലെ ആവുക. അവർ ഉസ്കി കജരാരി ആംഗ്യം ഭറായി, അപ്പോൾ അവരുടെ
കൺമഷി എഴുതിയ കണ്ണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നിറയാൻ തുടങ്ങി. ആകെ ഭർന നിറയുക, കണ്ണുകൾ നിറയാൻ തുടങ്ങി. അപ്പോൾ പറയാണ് ചൽ ന തേരി ന മേരി ഡേഡ് സോ പർപ്പീസ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ശരി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമുക്ക് രണ്ട് പേർക്ക് നഷ്ടം വരണ്ട. എന്താണ് ഡേഡ് സോ? മക്കളെ ഡേഡ് എന്ന് വെച്ചാൽ 1.5. അപ്പോൾ 1.5 × 100 എത്രയാണ്? 150. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എത്ര രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കാം? 150 രൂപ. അപ്പോൾ അവരെന്ത് ചെയ്തു? അച്ഛാ ദീദി ടീക്ക് ഹെ, ശരി ഓക്കെ സമ്മതിച്ചു. ലേലോ രംഗ് പസന്ത് കറലോ, ഇതോടെ എടുത്തോളൂ, ഇഷ്ടമുള്ള നിറം നോക്കി എടുത്തോളൂ, സെലക്ട് ചെയ്തോളൂ എന്നാര് മറുപടി പറഞ്ഞു? നമ്മുടെ യുവതി കച്ചവടക്കാരി മറുപടി പറഞ്ഞു. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നേക്കാ, കുറച്ച് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞേ? അവർ ഗഡർ പത്നിക്ക് പാസ് സാമനെ സർക്കാ ദിയ. അപ്പോൾ കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ, അവരപ്പം തൊട്ട് മുന്നേ 150 രൂപയ്ക്ക് എന്താ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് ചിന്തിച്ചു. എന്നിട്ടാണ് എന്താ അവർ മറുപടി പറഞ്ഞത്? ഓക്കെ ശരി കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തു? ആ വലിയ കെട്ട് പത്നിക്ക് സാമനെ സർക്കാതി, എൻ്റെ ഭാര്യയുടെ അരികിലേക്ക് എന്ത് ചെയ്തു? നീക്കി വെച്ചു. സർക്കാന ഉദ്ദേശിക്കുന്നതാണ് നീക്കി അടുത്തേക്ക് വയ്ക്കുക, നീക്കി വയ്ക്കുക, അരികിലേക്ക് ആക്കുക എന്നൊക്കെ. പത്നിനെ 5 ഷോളയും അലഗ് കറില്ല, അതിൽ നിന്നും 5 ഷോൾ എൻ്റെ ഭാര്യ തിരഞ്ഞെടുത്തു, വേർതിരിച്ചു. അലഗ് കറണ സെപ്പറേറ്റ് ചെയ്യുക. മേരി ഓർ ദേക്ക് റുപ്പയെ ദേനേക്ക ഇഷാരക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭർത്താവിനോട് കണ്ണും കാണിച്ചു. എന്താ? പൈസ കൊടുക്കൂ, വാങ്ങിയതിൻ്റെ പൈസ കൊടുക്കാൻ നിർദ്ദേശം നൽകി. मैंने झट से 750 रुपये निकाल कर दे दिया. മക്കളെ 750 എന്നും പറയാം, നമുക്ക് 750 എന്നും പറയാം. അപ്പോൾ 750 രൂപ, പെട്ടെന്ന് 750 രൂപ, 150 രൂപ വെച്ച് 5 പീസിൻ്റെ പൈസ എടുത്ത് കൊടുത്തു, നിക്കാൽ കർ എടുത്ത് കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. എന്താണ്? ആ സ്ത്രീ പോയതിന് ശേഷം എൻ്റെ ഭാര്യ സുയി അട്ടക്കിന ധ്യാൻ കേന്ദ്രിത ഹോന, ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് വാക്കിനർത്ഥം. സുയി അട്ടക്കിന. അപ്പം അവർ പോയതിന് ശേഷവും എൻ്റെ ഭാര്യയുടെ ശ്രദ്ധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത്? ഇതിലായിരുന്നു. ഏതിൽ? വോ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി. ഓശോ, ഞാൻ ഒറ്റ തവണ പറഞ്ഞപ്പോഴേ അവർ 150 രൂപയ്ക്ക് എന്ത് ചെയ്തു? സമ്മതിച്ചു. ഗൾത്തി കീധി, ഞാൻ എന്ത് ചെയ്തു? ഞാൻ തെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൈസ കുറച്ചും കൂടെ എന്ത് ചെയ്തേനെ, താന്ന് എനിക്ക് കിട്ടിയേനെ എന്നാണ് ആ സ്ത്രീ ചിന്തിക്കുന്നത്. ധോട തോൽമോൽ അവർ കർണ ചെയ്ത്, കുറച്ചും കൂടെ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ കുറച്ചും കൂടെ തോൽമോൽ കർണ, ബാർഗെയിൻ ചെയ്യുക, കുറച്ചുകൂടെ എന്ത് ചെയ്യണമായിരുന്നു? അവരോട് ബാർഗെയിൻ ചെയ്യണമായിരുന്നു. അവർ മേരി സുയി അതീതമേ ജാട്ക്കി. ഓ, എൻ്റെ ചിന്ത വേറെ എങ്ങോട്ടോ ആ സമയത്തേക്ക് എന്ത് പോയി പറ്റിപ്പിടിച്ചു. അട്ടക്കിന എന്ന വാക്കിനർത്ഥം, അട്ടക്കിന പറ്റിപ്പിടിക്കുക, ഒട്ടിപ്പിടിക്കുക എന്നൊക്കെ വാക്കിനർത്ഥം. ഇവിടെ എടുക്കുന്ന അർത്ഥം എന്താ? എങ്ങോട്ടോ എന്ത് ചെയ്തു? ശ്രദ്ധ പോയി നമ്മൾ പറയില്ലേ. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोचता रहा था. അപ്പോൾ ബേട്ടിക്കോ ഗോദ്, മക്കളെ ഗോദ് മടിത്തട്ട്, ഞാൻ മകളെ എന്ത് ചെയ്തു? എൻ്റെ മടിത്തട്ടിലിരുത്തിക്കൊണ്ട് റെയിൽഗാഡിക്ക് ഖിഡ്ക്കി സേ ഝാങ്കത. അപ്പോൾ ഖിഡ്ക്കി സേ ഝാങ്കന എന്ന് വെച്ചാൽ എന്താ? ജനലിലൂടെ പുറത്തേക്ക് നിഹാർന, നോക്കുക, പുറത്തേക്ക് നോക്കുക. നോക്കിക്കൊണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? മേരെ പിതാഭി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് ധക്കെ ഹാരെ ഘർ ആത്തെ. എൻ്റെ അച്ഛനും ട്രെയിനിൽ എന്ത് ചെയ്തു? ഈ സാധനങ്ങൾ വിറ്റിട്ട്, മക്കളെ ബേച്ചിന വിൽക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് വാങ്ങുക, എന്താ പറയുക? ഖരീദിന എന്ന് പറയും അല്ലേ? രണ്ടാമത്തെ ഖ, ഖരീദിന. അപ്പോൾ രണ്ടാമത്തെ ഖ എഴുതി ഖരീദിന എന്ന് എഴുതുമ്പോൾ വാങ്ങുന്ന അർത്ഥം എന്താണ്? വാങ്ങുക, ബേച്ചിന വിൽക്കുക. അപ്പോൾ എൻ്റെ അച്ഛനും ട്രെയിനിൽ ഇതുപോലെ കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ കച്ചവടമൊക്കെ ചെയ്ത് ധക്കേ ഹാരെ, ക്ഷീണിതനായ, ക്ഷീണിക്കുക, ധക്കിന ക്ഷീണിക്കുക. അപ്പോൾ ധക്കേ ഹാര എന്ന് വെച്ചാൽ ക്ഷീണിതനായി തിരികെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉസ്കി ആഘോമേം ഭി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളും വഹീനമീധി, ഇതേ നനവുണ്ടായിരുന്നു. ഈ നനവെന്നൊക്കെ വാക്ക് നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. നമി, സീലൻ, ഈ വാക്കുകളൊക്കെ. അപ്പം നമി എന്താണ് മക്കളെ? നനവ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും എന്തുണ്ടായിരുന്നു? ഇതേ നനവുണ്ടായിരുന്നു. ജോ ആജുസ് യുവതിക്ക് ആഘോമേം ധീ, ഇന്ന് ഞാൻ ആരിൽ കണ്ടു അതേ കണ്ണുനീർ, ആ കണ്ണിലെ നനവ്. ഇന്ന് നമ്മുടെ ഷോൾ വിൽക്കാനായി ട്രെയിനിൽ വന്ന ആ യുവതിയുടെ കണ്ണിൽ ഞാൻ ഇതേ നനവുകൾ എന്ത് ചെയ്യുന്നു? ഇന്ന് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വരെയാണ്. അപ്പം നമ്മുടെ ഈ അഞ്ജു ഖർബന്തയുടെ ഖിഡ്ക്കി എന്നൊരു ചെറിയൊരു ലഘുകഥയാണ്. അതിൽ നിന്നും നമ്മുടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജീവിതകഥയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ജീവിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവിതകഥ കൂടിയാണ് ഇത്, നമ്മുടെ ഖിഡ്ക്കി എന്ന് പറഞ്ഞ പാഠം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.